ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോൻ്റെ ഇൻട്രോ നമ്മുടെ പില്ലു ആട്ടോ പറഞ്ഞ്. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് തേഴ്സ്ഡേ ഈവനിങ് ആണേ. ഫ്രൈഡേ സാറ്റർഡേ ഉണ്ണിക്ക് ലീവാണല്ലോ, അപ്പോൾ തേഴ്സ്ഡേ കുറച്ച് റിലാക്സ് ചെയ്യുന്ന ഡേ ആണ്. അല്ലെങ്കിൽ ബാക്കിയുള്ള ഡേയ്സിലൊക്കെ ഞങ്ങൾക്ക് വൈകിട്ട് ഉണ്ണി വന്നു കഴിഞ്ഞാൽ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ കയറിയാൽ ഫുൾ പണിയായിരിക്കും. നെക്സ്റ്റ് ഡേക്ക് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ തേഴ്സ്ഡേ ആയതുകൊണ്ട് വലിയ ജോലിയൊന്നും ഇല്ല. ഇനിയിപ്പോൾ നാളത്തെ ഫുഡ് നാളെ തന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് നേരം അപ്പയും മക്കളൊക്കെ ഇരുന്ന് അങ്ങനെ കളിക്കുക. ഇന്നിപ്പോൾ ഞങ്ങൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, ഒരു പച്ചക്കറി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ രാത്രി എന്തായാലും എന്തെങ്കിലുമൊക്കെ വെക്കണം. ഇതുണ്ണി വരുമ്പോൾ കൊണ്ടുവന്നതാണ്. എന്തോ ചിക്കൻ ചുക്കാന്ന് എന്തോന്ന് പറഞ്ഞു. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, വലിയ എരിവൊന്നുമില്ല. മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും, അവർക്ക് എരിവ് അത്ര വേണ്ട. ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് രാത്രി ഉണ്ടാക്കാൻ പോണിതാ ഈ ഞണ്ട് കൊണ്ട് ഒരു ഫ്രൈ ആക്കാൻ പോവാണ്. ഇതുണ്ണി ഇന്നലെ വരുമ്പോൾ കൊണ്ടുവന്നിരുന്നു. അപ്പം ഞങ്ങൾ എന്താക്കി, കുറച്ച് മഞ്ഞളിട്ടൊന്ന് വേവിച്ചെടുത്ത്, എന്നിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ രാത്രിയായിരുന്നു കൊണ്ടുവന്ന്. അപ്പം അതൊന്ന് വേവിച്ച് ചൂടൊക്കെ തണഞ്ഞപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതാണ്. നല്ല വലിയ ഞണ്ടായിരുന്നു കേട്ടോ. ഇത് അവരെന്നെ കട്ട് ചെയ്തൊക്കെ ക്ലീൻ ചെയ്ത് തന്നതാണ്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇന്നിപ്പം രാത്രി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെടുക്കാമെന്ന് വിചാരിച്ച്. നാളെ എന്തായാലും ലീവാണല്ലോ, അപ്പോൾ പിന്നെ ഇന്ന് രാത്രി ഇതെടുത്ത്. അപ്പം ഇന്ന് നമുക്കൊരു ഞണ്ട് ഫ്രൈ ഉണ്ടാക്കി നോക്കാം. അതിലേക്ക് ഞാനിപ്പോൾ എടുത്തത് 2 തക്കാളി, 3 സവാള, 2 പച്ചമുളക്. ഞങ്ങൾക്ക് എരിവ് അധികം വേണ്ട, അതുകൊണ്ട് 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. തക്കാളി ഉള്ളിയൊക്കെ ഉണ്ണി കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ ഉണ്ണി കട്ട് ചെയ്യാണ് ഓരോന്നും. പില്ലുവിന് ഭയങ്കര ഇഷ്ടമായി ഞണ്ട്, കടുക്ക, ഈ ചെമ്മീൻ, പിന്നെന്താ കൂന്തൾ, അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ വാങ്ങിച്ചതാ ഞണ്ട്. കുറേ കാലമായി, നാട്ടിൽ നിന്ന് ഞങ്ങൾ ഞണ്ട് വാങ്ങി കഴിച്ചിട്ട് കുറേ ആയി. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടെ കണ്ടപ്പം ഉണ്ണി വാങ്ങിച്ചുകൊണ്ട് വന്നതാ. അപ്പോൾ ഇതേ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഞാൻ ആദ്യമേ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിരുന്നു. ഇനി പെട്ടെന്ന് എടുക്കാൻ പറ്റൂലല്ലോ ഓരോന്നും. അപ്പം എല്ലാ സാധനങ്ങളും ആദ്യം എടുത്ത് അടുത്ത് തന്നെ വെച്ച്. അപ്പോൾ ഇതേ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. അപ്പോഴേക്ക് ഞങ്ങൾ നാട്ടിൽ നിന്നൊരു കുപ്പി വെളിച്ചെണ്ണ കൊണ്ടുവന്നിരുന്നു. അത് തീർന്നിട്ട് ഇതാ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ബോട്ടിൽ. പക്ഷേ ഇതാ തുറന്നു നോക്കിയപ്പം കട്ട പിടിച്ച് കിടക്കുക. ഞാൻ പറഞ്ഞില്ല, ഇവിടെ തണുപ്പായതുകൊണ്ട് ഇങ്ങനെയായിരിക്കും വെളിച്ചെണ്ണേൻ്റെ അവസ്ഥ. ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു, ഒലീവ് ഓയിൽ എന്തോ വെളിച്ചെണ്ണേൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ വേഗം ലൂസായി വരുമെന്ന് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഞാൻ ആ വെളിച്ചെണ്ണ ഒരു സ്പൂൺ എടുത്തിട്ട് കോരിയെടുത്ത്. അപ്പോൾ അതാ നമ്മൾ പാൻ എടുത്തിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് വലിയ ജീരകവും അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക.
അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ വലിയ ഉള്ളി കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെന്താ ഒരു പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക്. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. ഈ 3 പൊടികളേ ഉള്ളൂ കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ നമ്മൾ വേവിച്ച് വെച്ച ആ ഞണ്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മസാലയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ മസാലയൊക്കെ ഒന്ന് ഈ ഞണ്ടിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം.
അടുപ്പത്തുനിന്ന് ഇറക്കാൻ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നല്ല കുരുമുളകിട്ട ഞണ്ട് ഫ്രൈ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.